الرحيم. അസ്സലാമു അലൈക്കും. ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് ഒരു ജിന്ന് 80 ജനിക്കുന്നുണ്ട്. മനുഷ്യന്റെ ഗർഭകാലം 10 മാസമാണെങ്കിൽ ജിന്നിന്റെ ഗർഭകാലം 3 മാസമാണ്. 10 മാസം കൊണ്ട് ഒരു ജിന്നിന് 240 കുട്ടികളെ മിനിമം ഉണ്ടാക്കാൻ സാധിക്കും. അത് വെച്ച് കണക്കാക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് കൂടുതലാണ് ജിന്നുകളെ അംഗസംഖ്യ. അതിനനുസരിച്ച് നാറും പറക്കും. കാരണം അവർ നാറ് കൊണ്ട് പടക്കപ്പെട്ടവരാണ്. അവരെ അളവ് കൂടുന്തോറും ലോകത്ത് നാറിന്റെ അളവ് കൂടും. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ ദുനിയാവിൽ ഇന്ന് നിലവിലുള്ള നാറ് വളരെ കൂടുതലാണ്. ഇതിന്റെ ടേസ്റ്റ് കിട്ടിയവർക്കല്ലാതെ ഈ കാര്യം മനസ്സിലാവൂല. പണ്ട് കാലങ്ങളിലൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് നമ്മൾ ഒരു കുറ്റം ചെയ്യാൻ, ഒരു പാപം ചെയ്യാൻ നമ്മൾ ചെന്നെത്തണം. ഇത് നമ്മളിലേക്ക് വരികയാണ്, നമ്മുടെ പോക്കറ്റിലേക്ക് വരികയാണ്. അങ്ങനെ ആകെ നാറുമയാണ്. അതിനിടയിൽ സാധാരണ ഗൗസിന്റെ പദവിയിലുള്ള ഒരാളെ കൊണ്ട് പോലും ഇത് സാധ്യമല്ല ലോകത്തെ അടിമുടി മാറ്റിമറിക്കാൻ. അതിന്റെ പേരിലാണ് വിലായത്തിന്റെ കവാടം കൊട്ടിയടക്കപ്പെട്ടത്. അതിന് പകരക്കാരനായി കൊണ്ടുവരുന്ന നേതാവാണ് മഹ്ദി അലൈഹിസ്സലാം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം ഇങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതാകുന്ന സമയത്ത് അതിനു മുമ്പുള്ള 600 കൊല്ലക്കാലം ഇരുട്ടുമാണ്, അന്ധകാരാണ്, ഇരുണ്ട ഭൂഖണ്ഡം, ഇരുണ്ട കാലം എന്നൊക്കെ അറിയപ്പെട്ട കാലഘട്ടമാണ്. ജാഹിലിയ കാലഘട്ടം എന്നറിയപ്പെട്ട കാലഘട്ടമാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണ്ട ആ കാലഘട്ടത്തിലുള്ള ആളുകൾ അപരിഷ്കൃതരായിരുന്നു എന്ന് കരുതണ്ട. അങ്ങനെയല്ല കാര്യം. അവര് ദുന്യവിയായ വിഷയങ്ങൾ വളരെ മുൻപിലാണ്, സാഹിത്യത്തിൽ വളരെ നിപുണരാണ്. എന്നാൽ അവരെ അന്ധകാലം ഏത് വിഷയത്തിലാണ്? ആത്മീയതയിലാണ്. കാരണം ആദം സുഫിയുല്ലാഹി അലൈഹിസ്സലാം ഈ ലോകത്ത് വന്ന സമയത്ത് ഈ ലോകത്ത് ഒരു നക്ഷത്രം ഉദിച്ചു. കാരണം പ്രകാശം കൊണ്ട വരവ്. ഈ ലോകത്ത് ആത്മീയ ലോകം വെളിച്ചമയമായി തീരുന്നത് അതിൽ എത്രമാത്രം പ്രകാശം ഉണ്ട് എന്നതിനനുസരിച്ചിട്ടാണ്. ആ പ്രകാശം കൊടുക്കുന്നത് ആത്മീയ സൂര്യന്മാരും ആത്മീയ ചന്ദ്രന്മാരും ആത്മീയ നക്ഷത്രങ്ങളുമാണ്. അതിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ആദം അലൈഹിസ്സലാം. അദ്ദേഹം വന്ന സമയത്ത് ആത്മീയതയിലൊരു വെളിച്ചം വന്ന് ആ വെളിച്ചത്തിൽ മോമിനിയങ്ങൾക്ക് നടക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് മോമിനിയങ്ങൾ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിച്ചു ആ വെളിച്ചം കൊണ്ട്. കാരണം ആ ലോകം വെളിച്ചമാക്കാനുള്ള ഒരു സൂര്യന് അല്ലെങ്കിൽ ഒരു ചന്ദ്രന് അവിടെ ഉണ്ട്. അതേപോലെ അതിനുശേഷം മറ്റുള്ള ആളുകൾ വന്ന്, മറ്റുള്ള പ്രവാചകന്മാർ വന്ന് വെളിച്ചമേന്തിക്കും. ഒരേ സമയം തന്നെ പല നക്ഷത്രങ്ങൾ ഉദിച്ച്. അപ്പോൾ ഒരു നക്ഷത്രം കൊണ്ട് പ്രകാശമയമാവുമ്പോൾ ഒരുപാട് നക്ഷത്രങ്ങൾ ഒരേ സമയം ഉണ്ടാവുമ്പോൾ വളരെ വെളിച്ചം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് സുഗമമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. മുഅ്മിനീങ്ങളെ ആളുകൾക്ക് ലക്ഷ്യം പ്രാപിക്കാൻ യാതൊരു പ്രയാസവുമില്ല. അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞു പോയത്. എന്നാൽ ഈ പ്രവാചകന്മാരുടെ ശൃംഖല ഈസാ നബി അലൈഹി സ്വലാം വന്നതോടുകൂടി അവസാനിക്കുകയാണ്. പിന്നീട് 600 കൊല്ലക്കാലം യാതൊരു പ്രവാചകനും ഭൂമിയിലേക്ക് അവതരിക്കുന്നില്ല. അപ്പൊ ഈ നക്ഷത്രങ്ങൾ അസ്തമിച്ചു പോയി. നക്ഷത്രങ്ങൾ അസ്തമിച്ചതോടുകൂടി ആത്മീയതയിൽ അന്ധകാരം പടർന്നു. അപ്പൊ ഇനി ഒരാൾക്ക് അള്ളാഹുവിനെ തേടാനുള്ള ആഗ്രഹം ഉണ്ടായെങ്കിൽ പോലും അവന് ആവശ്യമായ വെളിച്ചം കൊടുക്കാൻ ഒരു വഴികാട്ടിയില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ അന്ധകാരം പാടെ ലോകത്തെ കീഴടക്കിയ സമയത്താണ് അള്ളാഹു തആല അവർക്ക് വെളിച്ചമേകാനായിട്ട് ഒരു സൂര്യനെ കൊണ്ടുവരുന്നത്. ആ സൂര്യനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനു മുമ്പുള്ളതൊക്കെ നക്ഷത്രങ്ങളായിരുന്നു. ആ നക്ഷത്രങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഒരുപാട് നക്ഷത്രങ്ങൾ ഒരുമിച്ചുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ വെളിച്ചം ഈ സൂര്യൻ ഒറ്റക്ക് കൊടുത്തു. ഈ സൂര്യന്റെ പ്രഭ പോലെ എല്ലാ നക്ഷത്രവും ഒത്തൊരുമിച്ച് കൊടുത്താലും വെളിച്ചം ഉണ്ടാവില്ല. അത്രയും പകൽ പോലെ വെളിച്ചമായി തീർന്നു. അതിലൂടെ ഏതൊരു യാത്രക്കാരനും സുഗമമായി സഞ്ചരിക്കാം. അപകടങ്ങളൊന്നുമില്ല. ആ കാലഘട്ടത്തിൽ ഉള്ള ആളുകൾക്ക് ആത്മീയതയിലേക്ക് പോയി കഴിഞ്ഞാൽ അപകടങ്ങളില്ല. അവര് ശൈത്താന്റെ കയ്യിൽ അകപ്പെട്ടു പോകൂല. കാരണം മുൻപിൽ എന്താണ് ഉള്ളതെന്ന് വ്യക്തമായി കാണാൻ സാധിക്കും. കാരണം അവിടെ വെളിച്ചം നൽകാനായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജാഹിലിയ കാലഘട്ടം വന്നതിൻ്റെ പേരിലാണ് അതിനെ പ്രകാശമയമാക്കണമെങ്കിൽ ഒരു നക്ഷത്രം കൊണ്ട് സാധ്യമല്ല, 2 നക്ഷത്രം കൊണ്ട് സാധ്യമല്ല. അതിന് അത്യുജ്വലമായ ഒരു ശോഭ, ഒരു പ്രകാശം ആവശ്യമാണ്. അതിനു വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറഞ്ഞയച്ചത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിക്ക് ഈ ലഖബ് വരാൻ കാരണം. സിറാജുൻ മുനീറ എന്നുള്ളത് പ്രകാശം ഉണ്ടാക്കുന്ന വിളക്ക്. അതാണ് ആ ടൈറ്റിലിന്റെ അർത്ഥം. റസൂലുള്ള പരിപൂർണമായിട്ട് നൂറാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ജിസ്മാനിയായ വാസം ഉപേക്ഷിച്ചുകൊണ്ട് ആത്മീയതയിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ ആത്മീയമായ ഈ ലോകം ദുനിയാവിലുള്ള ആളുകൾക്ക് വെളിച്ചമേകാനായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പേരെ നിർത്തിയിട്ടുണ്ട്. അത് റസൂലുള്ളാഹിന്റെ അസ്ഹാബിമാരാണ്, സഹാബത്താണ്. ആ സഹാബത്തിനെ കുറിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർ നക്ഷത്ര തുല്യരാണ് എന്നുള്ളത്. അതിന്റെ അർത്ഥം ഇതാണ്. ആ നക്ഷത്രത്തിനൊക്കെ എന്ത് കാണിക്കാൻ സാധിക്കും? വെളിച്ചം കൊടുക്കാൻ സാധിക്കും, ഹിദായത്തിൽ എത്തിക്കാൻ സാധിക്കും. അതിലേത് നക്ഷത്രത്തിനെ പിടിച്ചാലും തുല്യാണ്.
പക്ഷെ നമ്മൾ മനസ്സിലാക്കിയ പോലെ എല്ലാ സഹാബത്തിനെ കുറിച്ചും അല്ല ഈ വിശദീകരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാത്തിനിയായ ബന്ധം ഉള്ള സഹാബത്താണ് അതുകൊണ്ടുള്ള വിവക്ഷ. കാരണം ഈ നക്ഷത്രങ്ങൾ റസൂലുള്ളാഹിന്റെ ലാഹിറായ ബന്ധത്തിൽ ഉള്ളവരല്ല, ബാത്തിനിയായ ബന്ധത്തിലുള്ളവരാണ്. ബാത്തിനിയായ സഹവാസം അനുഭവിച്ച എല്ലാവരും സഹാബത്താണ്. അത് ആ നൂറ്റാണ്ടിൽ ജനിച്ചാലും ഇനി അവസാന കാലഘട്ടത്തിൽ ജനിച്ചാലും എല്ലാവരും ഒരേപോലെയാണ്. കാരണം അവർക്കൊക്കെ ബാത്തിനിയായ വിഷയത്തിൽ വ്യത്യാസം വരുന്നില്ല, ലാഹിറായ കാര്യത്തിൽ വ്യത്യാസം വരുന്നുള്ളൂ. ആ ലാഹിറായ കാര്യം കൊണ്ട് മാത്രം ഒരാൾക്ക് ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. ഇപ്പൊ ബാത്തിനിയായ വിശേഷണം കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്സാബിമാരെ കന്നുജൂം എന്ന് പറയാൻ കാരണം. നക്ഷത്ര തുല്യരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഫ്സിയായ ബന്ധം കിട്ടിയവരെല്ലാം നക്ഷത്ര തുല്യരാണ്. കൽബിയായ ബന്ധം കിട്ടിയവരെല്ലാം അതിനേക്കാൾ ഉന്നതരാണ്. അതേപോലെ റസൂലുള്ളാഹിന്റെ റൂഹ് കൊണ്ടുള്ള ബന്ധമാണെങ്കിൽ അതിനേക്കാൾ ഉന്നതരാണ്. അങ്ങനെ മുകളിലോട്ട് പോകുന്തോറും അതിൻ്റെ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിച്ചു വരും. റസൂലുള്ളാഹിക്ക് ശേഷവും ഇതേപോലെ ആത്മീയ യാത്രയിൽ വെളിച്ചമേകാനായിക്കൊണ്ട് ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. അതിനിടയിൽ അത്യുജ്വലമായ ചന്ദ്രന്മാരും ഒക്കെ വന്നു പോയിട്ടുണ്ട്. പക്ഷേ കാലഘട്ടം മുന്നോട്ട് പോകുന്തോറും ഈ നക്ഷത്രത്തിന്റെ വെളിച്ചം കുറഞ്ഞുകൊണ്ടേയിരുന്നു, എണ്ണം കുറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാന കാണ്ടിലേക്ക് ചെന്നെത്തിയ സമയത്ത് നക്ഷത്രങ്ങൾ മൊത്തം അസ്തമിച്ചു പോയി. വെളിച്ചം നൽകാനായിക്കൊണ്ട് ഒരു നക്ഷത്രം ഇല്ലാത്ത കാലഘട്ടം വന്നു. അങ്ങനെ കാലഘട്ടം വന്നിട്ട് ഏകദേശം ഭൂമിയിൽ 400 കൊല്ലം കഴിഞ്ഞ്. 400 കൊല്ലമായിട്ട് ഭൂമിയിൽ നക്ഷത്രമില്ല. ആത്മീയ ലോകം അന്ധകാരാണ്. ഇവിടെ ഒരാൾക്ക് ഹിദായത്ത് തേടാനായി പുറപ്പെട്ടാൽ ഹിദായത്ത് കിട്ടാനില്ല. കാരണം ആ ഒരു ഹിദായത്ത് ധരിച്ചുകൊണ്ട് യാത്ര ചെയ്താലും കിട്ടുന്നത് ഹിദായത്ത് ആയിരിക്കില്ല. അത് അവർക്ക് മനസ്സിലാക്കാനും സാധിക്കില്ല. കാരണം ഇരുട്ടാണ്. ഇരുട്ടിൽ അവർ പോയി ചാടുന്നത് അപകടത്തിലാണോ അല്ലേ എന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അങ്ങനെയുള്ള കാലഘട്ടം വന്നു കഴിഞ്ഞു. റസൂലുള്ളാഹിന്റെ അതേ കാലഘട്ടം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിരുന്ന ആ ഒരു അന്തരീക്ഷം ഈ ഭൂലോകത്ത് വന്നു കഴിഞ്ഞ്. പക്ഷെ അത് കണ്ണുള്ളവർക്കല്ലാതെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നതാണ് പ്രശ്നം. മനുഷ്യൻ ചിന്തിക്കുന്നത് എന്താണ്? ബാഹ്യമായ കാര്യത്തിലേക്ക് മാത്രം നോക്കുന്നത്. ദീനിന്റെ വേഷമുണ്ട്, ദീനിന്റെ സംസാരങ്ങളുണ്ട്, ദീനിന്റെ കിതാബുകളുണ്ട്, ദീനിന്റെ തൈലീമുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് മനുഷ്യൻ തെറ്റിദ്ധരിക്കുകയാണ്. ഇതാണ് ആത്മീയത, ഇതാണ് മതം എന്നുള്ള നിലക്ക്. യഥാർത്ഥ മതം ഇവിടെ നിന്നോ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആത്മീയമായിട്ട് ഇരുട്ട് പകർന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിനെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞത് വൽ ആഖിറത്തു ഖൈറുൽ ലക്കും മിനൽ ഊലാ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ഒരു ആത്മീയമായ വരവുണ്ട്. ആ വരവ് ഉദ്ദേശിച്ചത് ഇമാം മഹദിയെ കുറിച്ചിട്ടാണ്. ഇമാം മഹദി അലൈഹി സ്വലാം ആഗതമാവുന്ന സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതമാവുന്ന സമയത്തും ഒരേപോലെയാണ് ഭൂമിയുടെ അവസ്ഥ. അപ്പോൾ ഇമാം മഹദി അലൈഹി സ്വലാം റസൂലുള്ളാഹിന്റെ രണ്ടാമത്തെ വരവ്, അതും ഒരു സൂര്യനാണ്. ആ സൂര്യൻ ഉദിക്കുന്നത് മഗ്രിബിൽ നിന്നാണ്. ആദ്യം മശ്രിഖിൽ നിന്ന് ഉദിച്ച സൂര്യനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വീണ്ടും ഉദിക്കും, അത് മഗ്രിബിൽ നിന്നാണ്. ആ ഉദിക്കുന്ന സൂര്യൻ അതും സിറാജുൻ മുനീറാണ്. ഇതിനു മുമ്പുള്ള കാലഘട്ടങ്ങൾ 400 കൊല്ലം ഇതിൽ ഔലിയാക്കൾ ഉണ്ടായിട്ടില്ലേ, ഷെയ്ഖന്മാരുണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെന്തല്ല, കാമിലല്ല എന്നതാണ് പ്രശ്നം. കാമിൽ ആണ് ചില വിഷയങ്ങളിൽ. കാമിൽ തന്നെ പല തരത്തിലുണ്ട്. കാമിൽ ശരീഅത്തുണ്ട്, കാമിൽ തരീഖത്തുണ്ട്, കാമിൽ ഹഖീഖത്തൊക്കെ ഉണ്ട്. അതിന് മുകളിലേക്കൊക്കെ ഷെയ്ഖന്മാരുണ്ട്. എന്നാൽ ഈ 400 കൊല്ലകാലത്തും മശായിഹന്മാരുണ്ടായിട്ടുണ്ട്. എന്നാൽ അവരൊന്നും എന്തല്ല, കാമിൽ തരീഖത്തല്ല, കാമിൽ ശരീഅത്തിൽ വരെ എത്തിയവരാണ്. അവരെ കൊണ്ട് ഒരിക്കലും ഈ ഭൂലോകം പരിപൂർണമായിട്ടും വെളിച്ചം കൊടുക്കാൻ സാധിക്കൂല. കാരണം അവര് കൽബിനെ ദാക്കിറാക്കാൻ, കൽബിനെ ഹയാത്താക്കാൻ അധികാരം കിട്ടാത്തവരാണ്. അതിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്നവർ മാത്രമാണ് അവർ. അല്ലാതെ അവരെന്തല്ല, അവർ സ്വയം അതിന് അധികാരപ്പെട്ടവരല്ല. അങ്ങനെ 400 കൊല്ലം ഈ ഭൂമി ലോകത്തെ ഒരു കാമിലായ തരീഖത്തിന്റെ ഷെയ്ഖ് ഇല്ലാത്ത സമയത്ത് ശൈത്താൻ അവന്റെ പണി പരിപൂർണമായിട്ടും ഫലപ്രദമാക്കി തീർത്ത്. അതുകൊണ്ടാണ് ഈ ഭൂലോകം ഇങ്ങനായി തീരാൻ കാരണം. ഇപ്പൊ ദീനിന്റെ കൺസെപ്റ്റൊക്കെ ആകെ മാറി മറിഞ്ഞ്. ഇവിടെ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണോ ദീൻ വളർന്നത്, ദീൻ ഉണ്ടായത്, ആ ദീനിനെ പരിപൂർണമായ ദീനായി മനസ്സിലാക്കി. അത് അപൂർണമാണെങ്കിലും അത് പരിപൂർണമായി മനസ്സിലാക്കി, അത്രയേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അത് അതിന്റെ പ്രൗഢിയോടുകൂടി പൂർണ്ണമായ രീതിയോടുകൂടി റസൂലുള്ളാഹി കൊണ്ടുവന്ന് അതേ രീതിയിലാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് സിറാജുൻ മുനീറായ ഇമാം മഹദി അലൈഹി സ്വലാം വരുന്നത്. അപ്പോൾ ഇമാം മഹദി അലൈഹി സ്വലാം ആദ്യം എതിർക്കുന്നത് ആരായിരിക്കും? ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരായിരിക്കും. കാരണം അവര് ആയത്തിൽ പറഞ്ഞ എല്ലാ ഗുണങ്ങൾക്കും എതിരെ ഗുണങ്ങളുള്ളവരാണ്, ശൈത്താന്റെ ഏജന്റുകളാണ്. അവർ സ്വയം അത് അറിയുന്നില്ല എന്നത് മാത്രമാണ് പ്രശ്നം. ഈ ദീന് എന്താണ് എന്നുള്ളത് ഇമാം മഹദി അലൈഹി സ്വലാം വ്യക്തമാക്കും. അതുകൊണ്ടാണ് ഹദീസിൽ വരാൻ കാരണം. ഈ ഖുർആനും ഈ ഹദീസും ഏറ്റവും നന്നായി വ്യാഖ്യാനിക്കുക എൻ്റെ ഇമാം മഹദി ആയിരിക്കും എന്നുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.